കർണാടക വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കാര്യങ്കോട് തേജസ്വിനി പുഴയിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ഒഴുക്കിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകൻ രാജേഷിനായുള്ള തിരച്ചിൽ എല്ലാ വഴികളിലൂടെയും പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. മാനുഷിക പരിഗണന മുൻനിർത്തി സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. കനത്ത ഒഴുക്കുള്ള തേജസ്വിനി പുഴയിലൂടെ തിരച്ചിലിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനം ശക്തമായി മുന്നോട്ടു പോവുകയാണ്. ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, ദുരന്ത നിവാരണ സേന, പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവർ സംയുക്തമായാണ് പുഴയിലും തീരങ്ങളിലും തിരച്ചിൽ നടത്തുന്നത്. രാജേഷ് ഒഴുക്കിൽപ്പെട്ട 1-ാം തീയതി മുതൽ വെളിച്ചമുള്ള സമയം കർണാടക ഫോറസ്റ്റ് ഏരിയയിലും പുഴയോരങ്ങളിലുമായി വ്യാപക പരിശോധന നടന്നുവരികയാണ്. പ്രദേശത്ത് നടക്കുന്ന തിരച്ചിൽ ദൌത്യം ഇന്ന് വൈകുന്നേരത്തോടെ താൽക്കാലികമായി അവസാനിപ്പിച്ചതായി പെരിങ്ങോം ഫയർഫോഴ്സ് അസിസ്റ്റന്റ് ഓഫീസർ സുധീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. നാളെ രാവിലെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കും. 1-ാം തീയതി മുതൽ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപാധികളും ഉപയോഗിച്ച് സജീവമായ തിരച്ചിലാണ് നടന്നുവരുന്നതെന്നും വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1-ാം തീയതി രാവിലെ ഒഴിച്ചൽ ഉരുൾപൊട്ടിയ സമയം മുതൽ ഇവിടെ പെരിങ്ങോം ഫയർഫോഴ്സും ജീവനക്കാരും ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഉരുൾപൊട്ടിന്റെ ഭാഗത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് 1-ാം തീയതി രാവിലെ മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 1-ാം തീയതി വൈകിട്ടാണ് ഈ രാജേഷ് മിസ്സായി പോകുന്നത്, ഒഴുക്കിൽപ്പെട്ടു പോകുന്നത്. അപ്പോഴും നമ്മുടെ സേനാംഗങ്ങൾ ആ സ്പോട്ടിലുമുണ്ട്. അതുപോലെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഫയർഫോഴ്സ് പ്രവർത്തിച്ചുകൊണ്ടുണ്ട്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ കൂടാതെ ചീമേനി, തൃക്കരിപ്പൂർ, പയ്യന്നൂർ ഈ സ്റ്റേഷനിലെ ഫയർഫോഴ്സ് സേനാംഗങ്ങളും കൂടി അന്ന് ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഏകദേശം രാത്രി 10 മണി വരെ നമ്മൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെയാണ് അന്ന് മതിയാക്കി. പിന്നെ ഇന്നലെ രാവിലെ വീണ്ടും പെരിങ്ങോം ഫയർ സ്റ്റേഷൻ 2 ടീമുകളാക്കി തിരിച്ച് ഈ പുഴയുടെ ഇരു കരകളിലും നടന്ന് സെർച്ച് നടത്തുകയും വൈകുന്നേരം വരെ നമ്മൾ സെർച്ച് നടത്തിയിട്ടുണ്ടല്ലേ. പക്ഷെ നമുക്ക് എന്താ പറയാ, ശക്തമായ ഒഴുക്കും പ്രതികൂല കാലാവസ്ഥ നമുക്ക് തെരച്ചിലിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ പുഴയിലെ കലക്കവെള്ളവും അതുപോലെ ഈ ഒഴുക്കും കാരണം നമുക്ക് പുഴയിൽ ഇറങ്ങി സെർച്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്. ഇന്നിപ്പോ രാവിലെ തൊട്ടേ നല്ല പ്രതികൂല കാലാവസ്ഥയാണ്, നല്ല മഴയാണ്. എങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥയും നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ പുഴയുടെ കരകളിൽ ഇന്ന് സെർച്ച് നടത്തിയിട്ടുണ്ട്, ഇതുവരെ സെർച്ച് നടത്തിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ സജ്ജീകരണം കൊണ്ടുവന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിങ്കി ആയാലും അല്ലെങ്കിൽ സ്കൂബ ടീം ആയാലും ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, മംഗൽ വിദഗ്ധർ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പുഴയിലുള്ളത്. ഇപ്പോൾ ശക്തമായ മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ട് നമുക്ക് ആ ഒരു സാഹചര്യം സ്കൂബ ടീമിനെ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920775 777.